സുഹൃത്തുക്കളെ, മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വഅദും ദുആയും വലിയ ഫലമുള്ളതായിരുന്നു. ഒരു ദിവസം മൻസൂർ റളിയല്ലാഹു അൻഹു വഅദ് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിലേങ്ങോട്ട് വന്നു. ഒരടിമയാണ്, ഉടമസ്ഥൻ പറഞ്ഞയച്ചതാണ് 4 ദിർഹം കൊടുത്തിട്ട്. എന്തിന്? ഫ്രൂട്ട്സ് വാങ്ങാൻ. ഉടമസ്ഥൻ എന്താ പണി? കൂട്ടാളികളോടുകൂടെ കള്ളും കുടിച്ചു കുതിരിക. അപ്പൊ ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചാ ഈ ചെറുപ്പക്കാരനെ അടിമയെ. പക്ഷെ പോകുമ്പോ വഅദ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരൻ കുറച്ചു സമയം വഅദ് കേട്ടു. വഅദിന്റെ ഇടയിൽ മൻസൂർ റളിയല്ലാഹു ഇവിടെ ഉണ്ട് ഒരു ഫഖീർ. ആ ഫഖീറിന് ഒരു 4 ദിർഹം വേണം, ആരെങ്കിലും കൊടുത്താൽ ഞാൻ അവന് വേണ്ടി 4 ദുആ നടത്തും. വഅദ് പറയുന്നതാണ്, ദുആർക്കലും പിരിവെടുക്കലും പണ്ടേയുണ്ട്. ഞാൻ 4 ദുആ നടത്തും അയാൾക്ക് വേണ്ടി. അപ്പൊ ഈ അടിമക്ക് തോന്നി 4 ദുആ ഇങ്ങ് വാങ്ങിയാലോ, ഫ്രൂട്ട് വേണ്ട. വേഗം പോയി 4 ദിർഹമും മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു കൊടുത്തു ഫഖീറിന് കൊടുക്കാൻ. എന്നിട്ട് 4 ദുആ നടത്തി കൊടുക്കാൻ പറഞ്ഞു. മൂപ്പര് ചോദിച്ചു, എന്താ ദുആർക്കേണ്ടത് എന്ന് ചോദിച്ചു. ദുആ ചെയ്യേണ്ടതോ, ഒന്നാമതായി ഞാൻ ഒരു അടിമയാണ്, എന്നെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദുആർക്കണം. ദുആ നിർത്തും, അല്ലാഹു തആല എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ. രണ്ടാമതായി നിങ്ങൾക്ക് ദുആക്കേണ്ടത് എന്താ മോനെ? എന്റെ 4 ദിർഹം കയ്യിലുള്ളത് പോയി, അത് മടക്കി കിട്ടാൻ വേണ്ടി ദുആർക്കണം, അല്ലാഹു തആല തിരിച്ചു തരട്ടെ. മൂന്നാമതായി പറഞ്ഞു, എന്റെ ഉടമസ്ഥൻ വളരെ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് തൗബ കൊടുക്കാൻ ദുആ ചെയ്യണം. നിന്റെ ഉടമസ്ഥന് അല്ലാഹ് മുതലാളിക്കല്ല തൗബ കൊടുക്കട്ടെ. നാലാമതായി എന്ത് വേണം മോനെ? നാലാമതായി എനിക്ക് അല്ലാഹു പുറത്തു തരണം, എന്റെ മുതലാളിക്കും അല്ലാഹ് പുറത്തു തരണം. വലക്കാ വഅദ് പറയുന്ന നിങ്ങൾക്കും അല്ലാഹ് പുറത്തു തരണം. വലിൽ മജ്ലിസി, ഈ സദസ്സിലുള്ള എല്ലാവർക്കും അല്ലാഹ് പുറത്തു തരണം. അതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഉടനെ ദുആ ചെയ്തു മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, 4 ദുആയും വാങ്ങിയിട്ട് ആ മദ്യപിച്ചിരിക്കുന്ന ഉടമസ്ഥന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഫ്രൂട്ട്സ് ഇല്ല, 4 ദുആയാ കയ്യിലുള്ളത്. നേരെ ചെന്നിട്ട് പറഞ്ഞു, ഓ മുതലാളി, ഞാൻ 4 ദിർഹം കൊടുത്ത് 4 ദുആ വാങ്ങി. ഉടനെ ഇയാള് ചോദിച്ചു, ഏതാ 4 ദുആ? ഒരു ദുആ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കിട്ടാനാണ്. ഉടനെ പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചു. പിന്നെന്താ ദുആ? നിങ്ങളൊന്ന് തൗബ ചെയ്ത് നന്നാകാനാണ്. അല്ലാഹ്, അത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ? അല്ലാഹ്, ഇന്ന് വരെ വന്നതൊക്കെ തെറ്റായിപ്പോയി. അല്ലാഹുവേ, നീ എന്നെ സ്വീകരിക്കണേ, മാപ്പ് തരണേ. പൊട്ടിക്കരഞ്ഞു. അപ്പോൾ തന്നെ തൗബ ചെയ്തു. പിന്നെന്താ? പിന്നെ എന്റെ 4 ദിർഹം ഞാൻ കൊടുത്തില്ലേ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയും ദുആ വാങ്ങിയിട്ടുണ്ട് ഞാന്. 4000 നിനക്ക് ഞാൻ പാസാക്കി. 4000 കിട്ടി. പിന്നെ ചോദിച്ചു, പിന്നെന്താ? പിന്നെ ഞാൻ ദുആ ചെയ്തിരിക്കാൻ പറഞ്ഞതും മൻസൂർ ഇബ്നു അമ്മാർ നിങ്ങൾ ദുആ ചെയ്തതും. 4ാമത്തെ കാര്യം, എനിക്ക് മാപ്പ് കിട്ടണം, നിങ്ങൾക്കും അല്ലാഹ് പുറത്തു തരണം. വഅദ് പറഞ്ഞ മുസ്ലിയാർക്കും അല്ലാഹ് പുറത്തു കൊടുക്കണം, മജ്ലിസിലുള്ളവർക്കും പുറത്തു കൊടുക്കണം. ഇതാണ് ചോദിച്ചത്. ഉടനെ തന്നെ ആ മുതലാളി പറഞ്ഞു, ഇത് എന്റെ കയ്യിലുള്ളതല്ല, ഇതെന്റെ കയ്യിലുള്ളതല്ലോ, ഇത് റബ്ബിന്റെ അധികാരത്തിലല്ലേ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, മറ്റത് എനിക്കിതിൽ യാതൊരു പ്രവേശനമില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. അന്ന് രാത്രിയിൽ ആ മുതലാളി കിടന്നുറങ്ങുകയാണ്.
ആ സമയത്ത് കേൾക്കുകയാണ് ഒരു ശബ്ദം, അക്കാന ബിയദിക ഫഅൽതഹു മാ അന്നക അബ്ദുൽ ലയീം. വളരെ മോശക്കാരനായ അടിമയായതോടുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മൂന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. വമാ അഹൽതഹു അലല്ലാഹി തആല. മറ്റൊരു കാര്യം, പുറത്തു കൊടുക്കുന്ന കാര്യം നിങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണല്ലോ. അല്ലാഹു ആകുന്ന ഞാൻ കൈഫ ഉമിലുഹു മാ സഅതി റഹ്മതി. അടിമയോട് കാരുണ്യം കാണിച്ച നിങ്ങളെപ്പോലെയൊന്നുമല്ലല്ലോ ഞാൻ അർഹമുർ റഹീമീനല്ലേ. എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവല്ലേ. അങ്ങനെ ആ രാജാവായ എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ കാരുണ്യം ചെയ്യാതിരിക്കുമോ? ഫഗഫർതു ലക വലി ഗുലാമിക വലി മൻസൂരിൻ വലിമൻ കാന ഫീ മജ്ലിസിഹി. നിങ്ങൾക്കും ഞാൻ പൊറുത്തു, നിങ്ങളെ അടിമക്കും ഞാൻ പൊറുത്തു, വഅദ് പറഞ്ഞ മൻസൂറിനും ഞാൻ പൊറുത്തു. അതിന്റെ പുറമെ മജിലുള്ളവർക്കും പൊറുത്തു. അല്ലാഹുവേ, സി ഉസ്താദിനെ പോലെയുള്ള വലിയ ആലിമീങ്ങളും ആത്മീയതയുള്ളവരും വളരെ ചുരുങ്ങിപ്പോയി. ഞങ്ങൾ ചണ്ടിജവറുകളാണ്. ഞങ്ങളുടെ ദുആക്കും നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിലും നീ ഇജാബത്ത് തരണേ അല്ലാഹ്.